സിബിൽ നിരോധിക്കണമോ എന്നാണ് ചോദ്യം. സുജയ. സിബിൽ നിരോധിക്കേണ്ടതില്ല. പക്ഷേ സിബിലിന് നമ്മുടെ സാമ്പത്തിക അച്ചടക്കമാണല്ലോ സിബിൽ സ്കോറിലൂടെ വരുന്നത്. അതുപോലെ സിബിലിന് ഒരു അച്ചടക്കം കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്നതാണ്. കാരണം RBI അതിലേക്ക് ഇതിനകം തന്നെ കടന്നിട്ടുമുണ്ട് എന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ RBIയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അതായത് 2011 മുതൽ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് സിബിൽ ബാധകമാണ്. അതിനു മുൻപ് ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിരുന്നു 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ. അപ്പോൾ ഈ കഴിഞ്ഞ 14 വർഷമായി സിബിൽ മൂലം ദുരിതത്തിലായ മനുഷ്യരുടെ റെപ്രസെന്റേഷൻസ് ഒക്കെ പലതവണ വന്നിട്ടുള്ളതാണ്. അത് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനായി പാർലമെന്റിലും എത്തിയിട്ടുള്ളതാണ്. പാർലമെന്റിൽ ഈ വിഷയം കാർത്തി ചിദംബരം കഴിഞ്ഞ വർഷവും ഉന്നയിച്ചു. 2024 കാർത്തി ചിദംബരം ഉന്നയിച്ചതാണ്. ഇവിടെ അന്ന് ഈ സിദ്ദിഖി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് സിബിൽ എന്ന് പറയുന്നത് ഒരാൾക്ക് വായ്പ നിഷേധിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിബിലിലേക്ക് എത്തുന്നത്. അന്നത്തെ സിദ്ദിഖി കമ്മിറ്റിയാണ് RBI ഈ സിബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. പക്ഷേ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഞാനതിലൊരു അച്ചടക്കം വേണമെന്ന് പറയുന്നത്. പൂർണ്ണമായ നിരോധനം എന്നതിനേക്കാൾ അപ്പുറം നമുക്കൊരു മാനദണ്ഡം വേണം. കാരണം എത്രയാണ് നിങ്ങൾ ബോറോ ചെയ്തിരിക്കുന്നത് എന്നത് മനസ്സിലാക്കി വേണമല്ലോ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് റീപേയ്മെന്റിനുള്ള നിങ്ങളുടെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ വ്യക്തികൾ തമ്മിൽ കടം വാങ്ങുകയൊക്കെ ആണെങ്കിൽ പോലും അയാൾ അത് തിരിച്ചു തരുമോ എന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ കൊടുക്കുക. അല്ലാതെ നമുക്ക് ലാവിഷായിട്ട് അങ്ങനെ കൊടുക്കാൻ ഒരു പക്ഷേ വലിയ പണക്കാരനായ ആൻഡ്രോ സാറിന് പറ്റുമായിരിക്കും. പക്ഷെ നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ സാമ്പത്തിക ആരോഗ്യം അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഇതിൽ ഓരോ മാസവും ഈ ട്രാൻസ് യൂണിയൻ ചെയ്യുന്ന ഓരോ മാസവും ഡാറ്റ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഡാറ്റ ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതിവർഷമാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്? അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഈ അപ്ഡേഷൻ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ കൃത്യമായ അപ്ഡേഷൻ അവിടെ നടന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. കാരണം മൊറട്ടോറിയം ആയിരുന്നു. അപ്പോൾ ആ പീരീഡ് അവർ ഫ്രീസ് ആക്കി ഇടുകയാണ് വേണ്ടത്. പക്ഷേ സിബിൽ അത് ചെയ്തില്ല. അതിന് പകരം ആ മാസങ്ങളിലെല്ലാം മൊറട്ടോറിയം നിലനിന്നിരുന്ന മാസങ്ങളിലും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ റീപേയ്മെന്റ് നടക്കുന്നില്ല. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? സിബിൽ സ്കോർ കുറയും. അതാണ് കോവിഡ് കാലത്ത് നടന്നത്. അതേക്കുറിച്ച് വലിയ രീതിയിൽ കംപ്ലയിൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിലേക്ക് വന്നിരുന്നു. കാരണം നല്ല സിബിൽ സ്കോർ ഉള്ള ആളുകൾക്ക് മാത്രമേ ഒരു ഇൻട്രസ്റ്റ് റേറ്റിലടക്കം, അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. നമുക്ക് സിബിൽ സ്കോർ കുറവാണെങ്കിൽ വായ്പ എങ്ങനെയെങ്കിലും നമ്മൾ തരപ്പെടുത്തിയാൽ പോലും നമുക്ക് ഉള്ള നമ്മുടെ, അതായത് നമുക്കും ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വേണമല്ലോ. ഇപ്പോൾ നല്ല രീതിയിൽ സിബിൽ സ്കോർ മാനേജ് ചെയ്യുന്ന ഒരാളാണ് ലോണൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇങ്ങോട്ട് വിളിക്കും, ലോൺ വേണോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വിളിക്കും. നിങ്ങൾക്ക് വാഹന ലോൺ, അരുൺ സാറിനൊക്കെ കോൾസ് വരുന്നുണ്ടാവുമല്ലോ, വാഹന ലോൺ വേണോ, അതുപോലെ വീട് വയ്ക്കാൻ ലോൺ വേണോ എന്നൊക്കെ ചോദിച്ചുള്ള കോൾസ് ഒക്കെ വരും. കാരണം താങ്കളുടെ സിബിൽ സ്കോർ ഹെൽത്തി പൊസിഷനിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ദീർഘകാലത്തെ വീഴ്ചയുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ച ജസ്റ്റിസ് N മാലയുടെ ഉത്തരവ്, അത് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. പണം കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ജീവനക്കാർ കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. അതില്ലാത്ത ഒരാളെ എങ്ങനെയാണ് പൊതുജനങ്ങളുടെ പണം സൂക്ഷിക്കാനായി നിയോഗിക്കാൻ സാധിക്കുക? അപ്പോൾ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിലടക്കം, ഇത് SBIയുടെ കേസാണ്. അപ്പോൾ SBIയുടെ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം, അതൊക്കെ അവരുടെ വിജ്ഞാപനത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2018 ഈ പർട്ടിക്കുലർ കേസ് ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോൾ അതിന് മനസ്സിലായത് ICICI ബാങ്കിൽ ഇദ്ദേഹം ഡെപ്യൂട്ടി മാനേജർ ആയിരുന്നു. അന്ന് 3 വായ്പ എടുത്തു. 90,000 വായ്പ, 1.25 ലക്ഷത്തിൻ്റെ വായ്പ, അങ്ങനെ 3 വായ്പ ഇയാൾ എടുത്ത് തിരിച്ചടയ്ക്കുന്നതിന് കാലതാമസം നേരിട്ടു. അതിനുശേഷമാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ജോലി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു SBIയിൽ. പക്ഷേ ആ മുൻപത്തെ ആ ക്രെഡിറ്റ് സ്കോറിൽ ഉണ്ടായ വീഴ്ച അതവിടെ കിടക്കുകയാണ്. അതിനുശേഷമുള്ള അപ്ഡേഷൻ നടക്കുന്നില്ല. ഇയാൾ ലോൺ അടച്ചു തീർത്തതിന് ശേഷവും ആ അപ്ഡേഷൻ അവിടെ നടന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഡിസിപ്ലിൻ പാലിക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ അപാകതയുണ്ടായി പിന്നീട് അത് പരിഹരിച്ചു കഴിഞ്ഞാലും കൃത്യമായ അപ്ഡേഷൻ നടന്നില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. അതിലിപ്പോൾ SBI കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അത് ഈ വർഷം മുതൽ നടപ്പായിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമ്മൾ മന്ത്ലി പേയ്മെന്റ്സ് അടയ്ക്കണം അല്ലെങ്കിൽ ഇയർലി പേയ്മെന്റ്സ് അടയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടൂ എന്നൊരു മാനദണ്ഡം വരുന്നു. അതിപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ RBIയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഫ്രീ ആക്സസ് ടു യുവർ ക്രെഡിറ്റ് റിപ്പോർട്ട്, അതാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യു ക്യാൻ ട്രാക്ക് ഇഫ് സമൺ ഹാസ് റോങ്ലി ലിസ്റ്റഡ് മിസ്ഡ് പേയ്മെന്റ്സ്, അതായത് തെറ്റായുള്ള എൻട്രി ഉണ്ടെങ്കിൽ അത് നോക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കംപ്ലയിന്റ് റിഡ്രസൽ, അതാണ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡം അനുസരിച്ച് നമുക്ക് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോകാൻ അപ്പീൽ പോകാനായിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൂടി ഇപ്പോൾ RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനകത്ത് ഈ ക്രെഡിറ്റ് ബ്യൂറോസ് ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ആ പർട്ടിക്കുലർ വ്യക്തിയെ, ആ ബാങ്ക് തന്നെ ആ പർട്ടിക്കുലർ വ്യക്തിയെ അത് അറിയിക്കണം എന്നതുകൂടി ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുമെന്നുള്ളതാണ് RBI അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് റിജക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു, ആ റീസൺ കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പുതിയ
സർക്കുലറിൽ പറയുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് റെക്കോർഡിന്റെ ഫാസ്റ്റർ അപ്ഡേറ്റ്സ്, അതാണ് ഇപ്പോൾ സിവിൽ സ്കോറിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത്. ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് നൗ റിപ്പോർട്ട് ദെയർ റീപേയ്മെന്റ് ഡാറ്റ ടു ക്രെഡിറ്റ് ബ്യൂറോസ് വിതിൻ 21 days. 3 ആഴ്ചയാക്കി അത് വീണ്ടും 15 ദിവസമാക്കി. ഇത് 3 ആഴ്ചയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് റീപേയ്മെന്റ് ഡാറ്റ കൊടുക്കേണ്ടതാണ് 15 ദിവസം. 15 ദിവസം എന്ന് പറയുന്നത് അപ്ഡേഷൻ ആണ്. അപ്ഡേഷന് 15 ദിവസം. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് 3 വീക്സ് എന്നുള്ളതാണ്. നേരത്തെ ആൻഡ്രൂ സാർ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും RBI ഇക്കാര്യത്തിൽ പോസിറ്റീവായ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത്. ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. കാരണം ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇതിൽ വരികയാണ്. അപ്പോൾ അത് ബാങ്കുകൾ ഇനിയും അറിഞ്ഞില്ല എന്ന് ധരിക്കരുത്. കാരണം മനുഷ്യരിത് അറിയട്ടെ. കാരണം RBI ഈ രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും ബാങ്കുകൾ പറ്റിക്കുന്നതിനായിട്ടുള്ള ഈ ശ്രമങ്ങൾ നടത്തരുത്. മറ്റൊരു കാര്യം ഈ സ്വർണ്ണപ്പണയ വായ്പയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പറയുന്നത് ലോങ് ടേം അല്ല, ഹ്രസ്വകാല സ്വർണ്ണപ്പണയ വായ്പ എടുക്കാനാണ് ബാങ്കുകൾ പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിയിച്ചത് അങ്ങനെയാണ്. അതായത് നിങ്ങളൊരു ഷോർട്ട് ടേം സ്വർണ്ണപ്പണയ വായ്പ എടുക്കുക. അപ്പോൾ സ്വർണ്ണമൊക്കെ അവരുടെ കയ്യിലില്ലെങ്കിൽ ഉള്ള ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി വെക്കും. അങ്ങനെ ക്രെഡിറ്റ് സ്കോർ ഉയർത്തും. അങ്ങനെ വായ്പ എടുക്കുന്ന ആളുകളുമുണ്ട്. കാരണം പെട്ടെന്ന് വായ്പ കിട്ടുക എന്നതാണ്. കാരണം സ്വർണ്ണപ്പണയ വായ്പയ്ക്ക് കുറഞ്ഞ ഡോക്യുമെന്റേഷൻ മതി. നിങ്ങളുടെ സിവിൽ സ്കോർ ഒന്നും അതിന് ബാധകമല്ല. സിവിൽ സ്കോർ ഒന്നും അതിൽ നോക്കില്ല. അപ്പോൾ അത് വെക്കുന്നു. അതിനുശേഷം ക്രെഡിറ്റ് സ്കോർ ഉയർത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹോം ലോണോ മറ്റേത് വായ്പയാണോ അത് എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ സാർ നേരത്തെ പറഞ്ഞ കല്യാണ ആലോചന വന്നപ്പോഴല്ലേ അത് സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ കല്യാണം ആയതിനു ശേഷം മുർത്തിസാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് 2025 ഫെബ്രുവരി 8 കല്യാണമെല്ലാമായി കല്യാണത്തിന്റെ ദിവസം അടുക്കുമ്പോഴാണ് ഈ പെണ്ണിന്റെ അമ്മാവൻ വരന് സിവിൽ സ്കോർ കുറവാണ്, ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. എന്നിട്ട് ആ കല്യാണം വേണ്ടെന്ന് വെച്ചു. അത് നടന്നത് മഹാരാഷ്ട്രയിലാണ്, ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ് ഇതിന് അടിസ്ഥാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ കൃത്യമായി ഹിസ്റ്ററി അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. ഒരാൾ തിരിച്ചടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യണം. ആ നീതി നിഷേധം ഒഴിവാക്കി കഴിഞ്ഞാൽ സിവിൽ എന്ന് പറയുന്ന ഒരു മാനദണ്ഡം നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നവരുണ്ട്, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഉള്ളവരുണ്ട്. അതൊക്കെ ലോങ് പെൻഡിങ് ആക്കുന്നത് അത് ബാങ്കിനും നഷ്ടമാണ്. രണ്ടു കൂട്ടർക്കും കൃത്യമായ കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ എടുക്കുന്ന ഡാറ്റകളും ഓരോ കണക്കുകളും അറിയുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്താണ്, ഇതിന് റേറ്റിംഗ് ഇടാൻ പാടില്ല. ഈ 300 തുടങ്ങി 900 വരെയും അതിനകത്ത് 700 താഴെയാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല സാറേ, ഞാൻ പിഴപ്പലിശ സഹിതം അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സ്കോർ കുറഞ്ഞതാണ് എന്ന് ബാങ്കിലെ മാനേജർ പറയാണ് സിവിൽ സ്കോർ കുറവാണെന്ന്. എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയത്? അത് ലൈഫ് ലോങ് ആണല്ലോ. ലൈഫ് ലോങ് അതേ പറഞ്ഞു. ഒരിക്കൽ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ വിദ്യാർത്ഥികളുണ്ടല്ലോ, കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇപ്പം ഈ എല്ലാ ഈ ബജാജ് ഫിനാൻസ് ഒക്കെ ഇപ്പം ഇത് കൊടുക്കുന്നുണ്ടല്ലോ, എന്ത് ഈ മൊബൈൽ ഫോൺ വാങ്ങാനൊക്കെ ലോൺ കൊടുക്കുമല്ലോ. അവരെന്താ നോക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ സിബിൽ സ്കോർ 700 വേണം, അപ്പോൾ വേറെ ഡോക്യുമെന്റ് വേണം, അപ്പോൾ കൊടുക്കും. 3 ആഴ്ച കൊണ്ട് ഇവനത് തെറ്റും. കാരണം 2 ലക്ഷത്തിന്റെ മൊബൈലാണ് ഈ ചെറിയ വരുന്നത്. അതോടുകൂടി തീർന്നവൻ. Meet the editors.